ഫോണോ ഏട്ടാ ഫോൺ എടുത്ത് ഏട്ടാ വല്ല ജ്യൂസും വാങ്ങി തരുമോ? വല്ല ജ്യൂസും വാങ്ങി തരുമോ? ജ്യൂസോ? മോരുണ്ടേ? മോരുണ്ടേ നല്ല ഏട്ടാ. മോരുണ്ടേ എന്താ ഓറഞ്ചോ മുന്തിരി എന്തെങ്കിലും വാങ്ങിക്കോണം. മെരുണ്ടേ എന്താ സാധനം? മെരുണ്ടേ മിറാണ്ട പറയണേ. എന്തൊക്കെ പേരാണ് ദേവി? മിറാണ്ടന്നല്ലേ പറയണത്? എന്തെങ്കിലൊക്കെ അല്ലേ ഫ്രൂട്ട്സ് വാങ്ങിട്ട് വരുമോന്ന് പുറത്തേക്ക് കൊണ്ടുപോവോ? ചെറുപഴം മതിയോ? എന്താണ് ജ്യൂസ് അടിക്കാൻ അതുപോലൊരു നല്ല പഴല്ല. ആപ്പിളിനെക്കാട്ടിലും നല്ലതാ. ആ അല്ലെങ്കിൽ പിന്നെ അത് ചെയ്യാം. വല്ലാണ്ട് കൊതിയ വേണമെങ്കിൽ. അയ്യേ അയ്യേ എനിക്ക് ഇഷ്ടമില്ലാന്ന്. എന്ത് ഇഷ്ടല്ലേ? കരിമ്പ് ജ്യൂസ് കുറച്ച് ശർക്കര എടുക്കുക, കുറച്ച് നാരങ്ങ, കുറച്ച് ഇഞ്ചി. എന്തിന് ചാറുകേട് തന്നെ? ശർക്കര എടുക്കുക, അത് ചെറുതായിട്ട് ഉരുക്കുക. ഇനിയിപ്പോൾ ഉരുക്കല്ല ചെയ്യുക. എന്നിട്ട് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക, കുറച്ച് ഇഞ്ചി ഇടുക, കുറച്ച് പുതിന ഇടുക. മുതിരല്ല പുതിന, ഒരു ചന്തത്തിന്. എന്നിട്ട് ഒരൊറ്റ അടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കരിമ്പ് ജ്യൂസായി. നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന. ഇനി വേണമെങ്കിൽ അത് ഒരു സോഡ വാങ്ങിട്ട് അതിലാണ് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായി. ഏട്ടന് ജ്യൂസ് ഉണ്ടാക്കലായിരുന്നു പണി. ഞാൻ പണ്ട് കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ ഉണ്ടാക്കിയത്. സൂര്യ എന്താ എന്റെ സുകന്യ, നീ അത് വിശ്വസിച്ചു? കരിമ്പ് ജ്യൂസ് അങ്ങനെ ഉണ്ടാക്കുക കഴിഞ്ഞോ? മതി, ഇനി ചിരട്ട വെറുതെ വിട്. ഈ കരിമ്പ് ജ്യൂസ് അങ്ങനെ ഉണ്ടാക്കി നോക്കിട്ട് ചിരട്ടക്ക് നല്ല എന്നാ ഞാൻ ചകിരി കൂടി കൊണ്ടുവന്നേരാം. അതും കൂടി ചിരട്ട തേങ്ങയില്ലാന്ന് പറഞ്ഞിട്ട്. എന്താ പറഞ്ഞേ? എന്ത് തേങ്ങൊക്കെ അതൊക്കെ കടന്നു പോകുന്നുണ്ട്. ആ കത്തിരി എടുത്ത സുന്നി ഇനി ഇന്നത്തേല് എന്താ കണ്ണൊക്കെ ഉണ്ടല്ലോ അതില്. കണ്ണിരിക്കട്ടെ. അയിലത്തല അളിയനും തിന്നാന്ന് പറയാം. കണ്ണോ? കണ്ണ് എല്ലാവർക്കും കണ്ണ് അളിയന്റെ കെട്ടിയോട് തിന്നോട്ടെ അല്ലേ? കണ്ണ് അളിയന്റെ കെട്ടിയോട് തിന്നോട്ടെ അറിയാം. നമ്മളില്ലേ തേങ്ങ വറുത്തരച്ചിട്ടാട്ടോ വെക്കുന്നത്. എന്താണ് തേങ്ങ? ഒരു കുഴപ്പമില്ല. ബോട്ടിൽ പോണതോ? എന്ത് പറഞ്ഞു? ആര്? വീട്ടുകാരാ? അല്ല പിന്നെ അന്ന് പറഞ്ഞതല്ലേ അല്ലേ? സത്യം പറയാച്ചല്ലേ, ഞാനൊക്കെയാണ് ആ ബോട്ടിൽ പോയി പറഞ്ഞല്ലേ. പിറ്റത്തെ ദിവസമല്ല, അന്ന് തന്നെ എന്നെ ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. ധൈര്യം ഉണ്ടാകൊണ്ടാണ്. എനിക്ക് ഭയങ്കര പേടി കേട്ടോ. എമ്മാതിരി പേടി വെച്ചിട്ട് എന്തിനാണ് അങ്ങനെ പേടിക്കണമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒച്ചട്ട എത്ര താഴ്ച ഉണ്ടാവിച്ചിട്ട് അവിടെ എത്ര താഴ്ച ഉണ്ടെങ്കിലും മുഖം തലേ വെള്ളത്തേക്ക് ഇറങ്ങണില്ലല്ലോ. അതല്ല രസം. റിസോർട്ടുകൾ കണ്ടിട്ടേ, നമ്മൾ ഈ റീൽസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ റിസോർട്ടൊക്കെ. നമുക്ക് റിസോർട്ടൊക്കെ കാണാനൊരു ഭാഗ്യം ഉണ്ടായില്ലേ? എന്തായാലും അങ്ങനെ ആലപ്പുഴ വരെ എത്തിയല്ലോ. ആലപ്പുഴ വരെ എത്തി. ചില കമന്റുകളിലെ ലോകപരിചയവും അതില്ലാത്ത ആൾക്കാരല്ലേന്ന്. നമ്മളെ പോണില്ലല്ലോ, നമ്മൾക്ക് പോകേണ്ട ആവശ്യം വരില്ലല്ലോ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ കാണാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അത് വലിയ പുതിയ കാഴ്ചയാകും. അതിലിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ലോകപരിചയവും ഇല്ല, പൊതുവിവരവും ഇല്ല, ഒന്നുമില്ല.
അങ്ങനെ ജീവിക്കുന്നുണ്ട് മനുഷ്യന്മാരുടെ പോലെയെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അത്ര തന്നെ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമുക്ക്. നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് അവകാശപ്പെടുന്നില്ലല്ലോ. പക്ഷെ നമുക്കൊരു ഇത് പറയല്ലേ, നമുക്കൊരു ക്വാളിറ്റി ഉണ്ട്. അത് എപ്പോഴും നമ്മുടെ ക്വാളിറ്റി നമുക്ക് നമ്മളെ സ്വയം ഒരു വിശ്വാസമാണല്ലേ. ഒരാൾ ക്വാളിറ്റി ഉണ്ട്, അത്രേ ഉള്ളൂ. ഒരു മനുഷ്യന് വേണ്ട ക്വാളിറ്റി ഉണ്ട്, മനുഷ്യന് വേണ്ട ക്വാളിറ്റി ഉണ്ട്. ബാക്കിയൊന്നുമില്ല, അത് ഉണ്ടെന്നും പറയുന്നില്ല. ഒരു ക്വാളിറ്റി ഉണ്ട്. ഒരാളെ ദ്രോഹിക്കില്ല, ഒരാളെ ആവശ്യമില്ലാതെ കുറ്റം പറയില്ല എന്നുള്ള നല്ലൊരു മനസ്സുണ്ട് കേട്ടാ. അത് മതി. അതന്നെ ഏറ്റവും വലിയ വേണ്ടത് പറഞ്ഞില്ലേ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, എന്ത് സമ്പാദിച്ചു എന്ന് ചോദിച്ചില്ലേ, ഒരുപാട് പേരുടെ സ്നേഹം അത് ഞാൻ സമ്പാദിച്ചു കേട്ടോ. അത് എന്നെ വെറുക്കണ കുറച്ച് പേരേ ഉള്ളൂ. കാരണം എന്നെ സ്നേഹിക്കണ ഒരുപാട് പേരുണ്ട് അല്ലേ സു ഇല്ലേ? കൈ പിടിച്ചിട്ടും കെട്ടിപ്പിടിച്ചിട്ടും ഒരമ്പലത്തിലാണ് വെച്ചാലും അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് നടക്കിൽ നിൽക്കുമ്പോൾ കയ്യെത്തിച്ചിട്ട് വന്നിട്ട് വീഡിയോ കാണുന്നുണ്ട് കേട്ടോ, നല്ല സന്തോഷം. ഭഗവാൻ അപ്പുറത്ത് നിൽക്കുമ്പോൾ നമ്മളോട് വന്നിട്ട് അത് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ അതിൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനോട് നന്ദി പറയുന്നു കേട്ടോ. കാരണം നമുക്കൊന്നും ഇല്ലെങ്കിലും നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് പേര് അല്ലേ. അതുപോലെ ഞങ്ങൾ ബോട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു ചേച്ചി വണ്ടിയിലിരുന്ന് അതാ പ്രസ് ചെയ്യുന്നു, ബോട്ടിലിരിക്കുമ്പോൾ അതാ പ്രസ് ചെയ്യുന്നത്, അതാ പ്രസ് ചെയ്യുന്നത്. അപ്പോൾ കായലിന്റെ അപ്പൊ ആ ചേച്ചി അതാ പ്രസ് ചെയ്യുന്നത്. എന്നിട്ട് അവര് നമ്മളെ നോക്കണ കണ്ടില്ലേ, ചിരിച്ച് നോക്കണം. അപ്പോൾ അതാണ് നമ്മുടെ വിജയം. കാരണം എത്രയൊക്കെയാണ് വെച്ചാലും നമ്മുടെ കൂടെ ഈശ്വരൻ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു വിജയം എന്താ, നമ്മളിങ്ങനെ ആൾക്കാരെ സ്നേഹിക്കണം കൊണ്ട് അല്ലേട്ടാ. അല്ലെങ്കിൽ ഒരിക്കലും ഉള്ളി നേരേക്ക് അല്ലെങ്കിൽ നമുക്കൊരിക്കലും എവിടെയും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇനിയിപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല, നമ്മളില്ലാത്തൊരു കാലഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഇന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലെങ്കിലും ഓർക്കാതിരിക്കില്ലല്ലോ അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാറിൻ്റെ അവിടെ പോയി കഴിഞ്ഞിട്ട് ഒരു കാറിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. കാറിന് ഞാൻ വിചാരിച്ച് കാറൊക്കെ ഗ്ലാസ്സൊക്കെ താഴ്ത്തിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരും ഇല്ലയെന്ന് വിചാരിച്ച്. അപ്പോൾ അനിയൻ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വാളുണ്ട് പറഞ്ഞു. അവർ എന്നെ കണ്ടിപ്പോൾ ചേച്ചിയുടെ വീഡിയോ ഞങ്ങൾ കാണുന്നതാണെന്ന് പറഞ്ഞിട്ട് അവരുടെ സ്ഥലം എന്താ പറഞ്ഞത്, എന്താ പറഞ്ഞല്ലോ ഏട്ടാ, കോഴിക്കോട് ജില്ലയാണ്, നാദാപുരത്തു നിന്നാണെന്ന് പറഞ്ഞിട്ട് അവര് സംസാരിക്കുമ്പോൾ കൈയൊക്കെ നെഞ്ചിൽ വെച്ചൊരു നമുക്കേ ഭയങ്കര സന്തോഷമായില്ലേ. അപ്പോൾ അതൊരു ദൈവത്തിന്റെ ഗുരുത്തല്ലേ. അപ്പൊ അതാ പറയുന്നത്, നമ്മൾ പോവാത്ത സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയാൻ വലിയ ഭാഗ്യം തന്നെയല്ലേ. അതന്നെ പറയുന്നതേ, നമ്മൾ കാണാത്ത സ്ഥലത്താണ് ഇതുവരെ, ഇത്രയും കൊല്ലമായിട്ട് നമ്മൾ എത്താത്തൊരു സ്ഥലത്താണ് പോയത്. മണ്ണാർശാല പോകുമ്പോൾ മണ്ണാർശാലയിൽ നിന്ന് മലപ്പുറത്തുനിന്ന് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വന്നിട്ട് ചേച്ചി ഈ വീഡിയോ കാണലുണ്ട്, ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, ഞങ്ങൾക്ക് ചേച്ചീനെ കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഭഗവാൻ കാണിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയുമ്പോൾ നമുക്കതൊരു ഭയങ്കര, സത്യം പറയാ വെച്ചാൽ എനിക്കൊക്കെ ഭയങ്കര സന്തോഷമായി കേട്ടോ. ഞാൻ പറയാലോ, കുട്ടികളും കുറച്ച് മുമ്പിൽ പോയി, ഞാനും താഴത്തനിയൻ്റെ ഭാര്യയും താഴത്തനിയൻ്റെ ഭാര്യ എന്ന് പറയുന്നത്, അയ്യോ ഇല്ല, ഞാനും രജിയും പിന്നെ അജിയേട്ടനും കുട്ടികളൊപ്പം അമ്മയൊപ്പം, ഈ സുകന്യ ചേച്ചി അവളും മുമ്പിൽ മുമ്പില്. വേറെ സെറ്റ് വേറെ ഇല്ലേ, ഞാനും കിച്ചും കണ്ണും ഏട്ടനും ഞങ്ങളെ ഫസ്റ്റ് പോയി. പിന്നെ ഞങ്ങള് കൊറേ നിന്നു അവിടെ. ചോറിനാനോന്ന് തൊഴുകാനോ തൊഴുകാൻ പോകുമ്പോ ഞങ്ങളിങ്ങനെ പോകുമ്പോ തിരക്കുള്ളവരല്ലേ. അപ്പൊ അവിടെ ഇല്ല, ഞങ്ങളവിടെ പോയിട്ടില്ലേ, അവിടെ ഒരു അമ്മ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, മണ്ണാർശാല അമ്മ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു കേട്ടോ. ഞങ്ങൾ നോക്കുമ്പോ 12:30 വരെ ദർശനമുള്ളൂ. ഞങ്ങള് അപ്പൊ അത്രേ ഉള്ളൂ. ഞങ്ങള് നോക്കുമ്പോ ഈ ഒന്ന് കാണാനില്ല കേട്ടോ. അപ്പൊ ഞങ്ങള് അപ്പൊ കണ്ടില്ല. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു, അപ്പൊക്ക് അനിയൻ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഭക്ഷണം കഴിക്കണോടത്ത് തിരക്കില്ല, ഞങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ചോളിയും പറഞ്ഞു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വേഗം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും 1:15 ഞങ്ങളെന്നാൽ വേഗം വന്നിട്ട് അവർ കാണട്ടെ പറഞ്ഞിട്ട് പോയി വയ്ക്കുമ്പോൾ എന്താ അവിടെ അടച്ചിരിക്കുന്നു. ഇനി 6 മണിക്കല്ലോ അത്രേ. ദേ നമുക്കില്ലേ ഗുരുസ്വാമി കൊണ്ടുവന്നതാണ് കേട്ടോ കോവയ്ക്ക. വീട്ടിലുണ്ടായ കോവയ്ക്കാണ് കേട്ടത്. ചെയ്തോട്ടെ, ഗുരുസ്വാമി തന്നെയല്ലേ.
നമ്മളങ്ങനെ വിളിച്ചിട്ട് സേതുവട്ടം കൊടുന്ന കേട്ടോ. ഇതിൻ്റെ ഇല കിട്ടുമോ ചോദിച്ചു നോക്കണം. 10 വെക്കണ്ടേ കർക്കിടകത്തിൽ? അങ്ങനെ ചടങ്ങുണ്ടല്ലോ അല്ലേ? 10 കർക്കിടക കഞ്ഞി, കർക്കിടക സൂപ്പ്. ഈ ചില കൂട്ടുകാർ പറയേ ഈ കർക്കിടകത്തിൽ ഇറച്ചി മീനും കഴിക്കാൻ പാടില്ല പറയും. അപ്പോൾ ഈ ആട്ട സൂപ്പ് വയ്ക്കുമ്പോൾ ചിലവർ ആട്ട സൂപ്പും തടി നേരേക്കാനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തിനാ ചെയ്യണത്? എനിക്ക് കുറച്ച് ആട്ടിൻ്റെ അടുപ്പ് വാങ്ങിയിട്ട് സൂപ്പ് വയ്ക്കണം എന്നുണ്ട്. മരുന്നാണ് സൂപ്പേ. അപ്പൊ അതന്നെ പറയുന്നതേ, സൂപ്പ് പെണ്ണുങ്ങൾ കുടിക്കുക, ഇറച്ചി ആണുങ്ങൾ തിന്നുക. ഓ, നാളെ ആട്ടുംപണ്ട വാങ്ങിക്കൊണ്ടുവന്നിട്ട് ആട്ടുംപണ്ട വാങ്ങി നമ്മള് വെച്ചില്ലേ? അപ്പൊ വെച്ച സമയത്ത് അതിന്റെ സൂപ്പ് ഞാനും കുടിച്ചു, കുറച്ച് അനിയനും കുടിച്ചു അല്ലേ? 1/2 ഗ്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അത് കുറച്ച് ഞാൻ കുടിച്ചുള്ളൂ കേട്ടോ. അനിയേട്ടനെ എന്നിട്ട് അനിയേട്ടൻ ഞാൻ കുടിക്കാത്തതിന് അനിയേട്ടൻ ചീത്ത പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് ആട്ടിൻ്റെ അടുപ്പ് കുറച്ച് വാങ്ങിയിട്ട് സൂപ്പ് വെക്കണം. അപ്പം അത് വീഡിയോ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ ആട്ട് സൂപ്പ് വെക്കുക എന്നുള്ളത്. നാളെ ഞാനൊന്നല്ലാട്ടോ വെച്ച്, അമ്മയാണ് വെച്ച് തന്ന്. അമ്മ വെച്ചു, ഞാൻ കുടിച്ചു. അല്ലാതെ ആട്ടിൻ്റെ ഇടുപ്പ് വേദനയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണത്. ആട്ടുംപണ്ടല്ലേ? ആട്ടുംപണ്ട നല്ല ടേസ്റ്റ് അല്ലേ? ആട്ടുംപണ്ടം ടേസ്റ്റാണ്. ആട്ടുംപണ്ടം സൂപ്പിന്റെ ഒരു ടേസ്റ്റ് അല്ലേ? പക്ഷെ ആട്ടുംപണ്ടല്ലേ സൂപ്പറായി. ആട്ടുംപണ്ടം നേരേക്ക് അറിയാച്ചല്ലേ സുഖാണ് കേട്ടോ. 1/2 മണിക്കൂറും കൊണ്ട് അമ്മ നേരേക്ക് കഴിഞ്ഞൂലേട്ടാ. എത്ര വേഗം വെള്ളവും കാര്യങ്ങളൊന്നുമില്ല, വീട്ടിൽ തന്നെയല്ലേ നേരേക്കിയത്. വേഗം അവര് ഇവിടെ വന്നപ്പോ അമ്മ ഈ ഇതിന്റെ കോലെടുക്കുന്നുണ്ടോ എന്താണെന്നറിയോ? പപ്പടക്കോലും കൊണ്ട് ഇങ്ങനെ ഇതാക്കി ഉള്ളിക്ക് കയറ്റി അതിങ്ങോട്ട് മറച്ചങ്ങോട്ട് വലിച്ചെടുത്തപ്പോൾ കഴുകുമ്പോഴും അത് വൃത്തിയായി. എത്ര വേഗം കഴിഞ്ഞു പറഞ്ഞിട്ടാ. ഞാൻ വിചാരിച്ചു ഉച്ച വരെ ഒന്ന് ഇരിക്കണ്ടാവുന്നു. ഉച്ചയാവേക്ക് നമ്മൾ കഴിച്ചൂലേ അത്. ഇപ്പോൾ ആടിൻ്റെ അടുപ്പ് വാങ്ങണമെന്ന് കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ആട്ടിൻ്റെ അടുപ്പ് വാങ്ങണം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ എനിക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് അങ്ങനെ കുടിച്ചിട്ട് കാര്യമില്ല പറഞ്ഞു. അപ്പോൾ നമ്മൾ ആട്ടിൻ്റെ ഇടുപ്പ് വാങ്ങണ്ടേ? മുക്കടിക്കഞ്ഞി, കർക്കിടകക്കഞ്ഞിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയേ ചെയ്യുള്ളൂ കേട്ടോ. കടയിൽ നിന്ന് വാങ്ങണ കിറ്റില്ലേ, അത് പറ്റിയില്ല. അത് ആർക്കും ഇഷ്ടമല്ല. ഇപ്പോഴാണെങ്കിലോ തേങ്ങയും കഴിഞ്ഞു, ഇനി തേങ്ങ വാങ്ങണം. അല്ലാതെ എന്തെങ്കിലും വേണ്ടേ? കർക്കിടകത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ചൊറിയണം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. എന്താ വെച്ചിട്ടാ ഒരു ഉപ്പേരിക്കൊന്നല്ല, അതിൽ കൂടുതൽ ചൊറിയണം ഇട്ടുണ്ട്. ചൊറിയണം എടുത്തിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണം. വേണ്ടേ? എല്ലാം വേണം കർക്കിടകത്തിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. അതിന് ഇന്ന് നിർമ്മലാമ്മ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എൻ്റെ അടുത്തേ, പ്രസി പത്തല വെച്ചോന്ന്. പത്തല വെച്ചില്ലേന്ന്? ഇല്ല പറഞ്ഞു. പത്തല എന്താ വെക്കാനെന്ന്. അപ്പോൾ പത്തല വെക്കണം പറഞ്ഞപ്പോൾ പറയുക, നിങ്ങളുടെ അവിടെ ഇഷ്ടംപോലെ പത്തലില് ഇവര് പറയണേ വാഴയുടെ കൂമ്പലെടുത്തിട്ട് ഉപ്പേരി വെക്കിത്രേ. ആർക്കെങ്കിലും അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ. വാഴയുടെ കൂമ്പലേ അത് എറണാകുളത്തു നിന്നുള്ള ഒരു ഏട്ടൻ പറഞ്ഞതാ. അതും കൊണ്ട് ഉപ്പേരി വെച്ച് നോക്ക്, നല്ല ടേസ്റ്റ് അത്രേ. ആരെങ്കിലും വെച്ചിട്ടുണ്ടോ? വാഴയുടെ കൂമ്പലയും കൊണ്ടേ ഉപ്പേരി വെച്ചാൽ നല്ല രസമാണ്. നമ്മൾ സാധാ ഉപ്പേരി വെക്കില്ലേ, മത്തൻ്റെയിലും കുമ്പളത്തിൻ്റെ ഇലയൊക്കെ ഉപ്പേരി വെച്ചാൽ നല്ല രസാട്ടോ. ഞാൻ അത് ഉപ്പേരി ഇവിടെ വെച്ചിട്ട് കാണിച്ചു തന്നില്ലേ. അതിൻ്റെ കൂടെ മുട്ട ഇട്ടിട്ട് വറുത്താലും നല്ല ടേസ്റ്റാണ്. അതിങ്ങനെ വന്നാൽ മതി, പോരെ? മതി നല്ല പാവണമെന്നില്ല, ചെറുതായിട്ടൊരു പച്ചപ്പ് കിട്ടിക്കോട്ടെ. കടിക്കുമ്പോൾ കടുപിടിക്കണേ അല്ലേ? ഗ്രീൻ പീസ് കറി ഉണ്ട്. ഇന്ന് 2 കറി വെച്ചു. മീൻ കറിയും വെച്ചു, കടലക്കറിയും വെച്ചു കേട്ടോ. ഇനി നാളെ പറഞ്ഞു വെച്ചാൽ നാളെ ഒരിക്കലാണ് അച്ഛൻ്റെ കൊല്ലം തൈയിലാണ് മറ്റന്ന. അപ്പോൾ നാളെ ഒരിക്കലെടുക്കണ്ടേ? അപ്പോൾ പിന്നെ പഴയതും ഇതൊന്നും പറ്റില്ലല്ലോ വെച്ച് അല്ലേ? കുളിച്ച് കഞ്ഞുടിക്കുക ചിലയിടത്ത് പറയും കുളിച്ച് കഞ്ഞുടിക്കുകയാണ് പറയുക. ചിലർ പറയും ഒരിക്കലുണ്ണാണ് എന്ന് പറയും. അല്ലേ? അങ്ങനെയല്ലേ പറയുക? എന്ത് പറഞ്ഞാലും ഇനി അതിൻ്റെ തിരക്കുകളാണ് കേട്ടോ.
എന്നാണെങ്കിൽ മഴ തൂളിയും കൊണ്ടേയിരിക്കുന്നു. ഇനി മിറ്റടിക്കാൻ ഒന്നും ഉണ്ടാവില്ല അല്ലേ? മറ്റേത് ഈ ഇല ഉണ്ടല്ലോ എന്നുള്ളൊരിതാണ്. നോക്ക്, ഇത് ഇവർ കൊണ്ടുപോകും മരം. അതിർത്തി വീട്ടിൽ വീട്ടിൽ പോവാ. അടിപൊളി പരിപാടിയല്ലേ വരെ ഈസി ആയിട്ട് ചെയ്യണോക്കി വൃത്തിയായിട്ടല്ലേ? ഏയ് കയറ് പോകുന്നില്ല. ഈ കമ്പിന്റെ തലത്തിലേക്ക് വന്ന് അടിക്കാൻ സാധ്യത. കഴിഞ്ഞ കാറ്റത്തും മഴയത്തും അത് കൂടെയുള്ള ഫുൾ മരങ്ങൾ വീണക്കുന്നു. ഫുള്ളും കനാലിൻ്റെ ഉള്ളിലാണ്, ആരും കൊണ്ടുപോയില്ല. ചായ താ സുകന്യെ. പുട്ടും ഗ്രീൻ പീസ് കറി. ഏട്ടനതിൽ ഒഴിക്കട്ടെ? ഗ്രീൻ പീസ് കറി. ഇനി ചോറ് വെക്കണേ. ചോറ് പുട്ട് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ കടന്നോളും. എന്താ തള്ളി മറിക്ക രാവിലെ പുട്ട് കഴിച്ചാ അല്ലേ? പുട്ട് വേണ്ടേ? ഇപ്പൊ കഴിക്കണ്ട. പിന്നെ എപ്പോഴാ കഴിക്കും?
ഇനിയിപ്പോൾ വെറുതെ നേരം വൈകിട്ട് എന്താ പിന്നെ സമയം എത്രയും കഴിക്കാം. അപ്പം തന്നെ നേരം വൈകി. ഞാനെന്നാ അവര് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവിടേക്ക് പോയത്. എന്താ കഴിക്കാൻ കൊടുക്കാന് ഇവർ ഹസ്ബൻഡിന്? നല്ല കൊടുക്കും. അയ്യോ എനിക്ക് സങ്കടം വരുന്നേ, എൻ്റെ മരം പോണേ പറഞ്ഞിട്ട്. എന്താണ് ഓരോരുത്തർ വേൾഡ് കപ്പ് കണ്ട ക്ഷീണത്തിലാണ്, അതൊക്കെ മരം പോണ ക്ഷീണത്തിലാണ്. എന്താ ചെയ്യുക ഇതിനൊക്കെ? വേൾഡ് കപ്പ് ആര് ജയിക്കാൻ? കളിച്ചോര് ജയിച്ചു. അർജന്റീന തോറ്റു, സ്പെയിൻ ജയിച്ചു. പോരെ? ഇതൊന്നും അറിഞ്ഞില്ലേ ഇപ്പോ? അർജന്റീന തോറ്റു. അർജന്റീന കളിച്ചില്ലേ? ജയിച്ചു. നല്ല കളിച്ചവർ ജയിച്ചു. ഏട്ടാ കഴിച്ചിട്ട് വേണം മരുന്ന് കഴിക്കാനാണ്. നമ്മൾ അർജന്റീനക്കാരനാ പറഞ്ഞിട്ട് കാര്യമില്ല. ഓ ആരാ അർജന്റീന? എനിക്ക് ചായ തരില്ലേ സുകന്യെ? എനിക്ക് അർജന്റീന ഇഷ്ടമാണ്, പക്ഷെ പറഞ്ഞാൽ ഇന്നലെ അവര് കളിച്ചില്ല. ഇപ്പൊ എന്താ ചെയ്യും? എല്ലാവരും ഇങ്ങനെ പറയും ഞാനാണ്. ചായ അടുപ്പത്ത്. ചായ വേണ്ടേ? ചായപ്പൊടി വേണ്ടേ? കട്ടൻ ചായ. എന്താ കുട്ടുമിച്ചറ കഴിക്കാൻ നല്ല ടേസ്റ്റാ. വലിയേട്ടനൊക്കെ കഴിക്കണതാണ്, അപ്പൊ ഞാനൊന്ന് കഴിച്ചു നോക്കിയതാ. ഇത് കഴിച്ചു നോക്കേട്ടാ, കഴിച്ചോക്ക്. രസം രസല്ലേ? രസല്ലേ? സുഗരി കഴിച്ചോക്ക്. വാണേ കഴിച്ചോ എന്നാ ഇത് കഴിച്ചോക്ക്. നേരണ്ട് രസല്ലേ? ഇത് എന്താ വലിയേട്ടൻ എൻ്റെ ഏട്ടൻ കഴിക്കുന്നതാണ് കേട്ടോ. എന്ത് കറിയാണെന്ന് വെച്ചാൽ ആ കറിയുടെ കൂടെ മിക്സറും ഇട്ടിട്ട് എന്താ കഴിക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഏട്ടൻ കഴിക്കണ ഞാനും അങ്ങനെ നിമിഷം നേരം കൊണ്ട് മുറിക്കല് കഴിഞ്ഞു കേട്ടോ. നോക്കി നോക്ക്, ഇത് മുറിച്ചത് നന്നായുള്ളൂ. കണ്ടോ കേട്? നോക്കി നോക്ക്. പുറത്ത് നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും അറിയോ അല്ലേ? ഇതിന്റെ ഉള്ളിൽ ഇതാ ഇവിടെയൊക്കെ അല്ലേ ഇതിന്ന് മണ്ണ് വന്നിട്ട്. കണ്ടോ? ഇല്ലെങ്കിൽ ഒരു തീരുമാനമായേനെ. ഇത് അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞ വെച്ചാൽ നമ്മുടെ വീടിന്റെ അവിടേക്കും ആവും. അപ്പൊ ഇവിടേക്കും ഇനിയിപ്പോ ഇത് മാത്രമൊന്നല്ല കേട്ടോ, ഇത് പോയി പറഞ്ഞിട്ട് സന്തോഷിച്ചിട്ടൊന്നും കാര്യമില്ല. അതാ കണ്ടോ കഴിഞ്ഞ മരങ്ങളുണ്ട്, ഒരു തേക്കുണ്ട്. ചെറിയ കൊമ്പ് ജില്ലയൊക്കെ. ആ കഴിഞ്ഞൊക്കെ പോന്നു കഴിഞ്ഞ വെച്ചാ നേരെ ഇങ്ങട്ടാ ബാത്റൂമിക്ക്. അതന്നെ എവിടെ എത്തി? നമ്മുടെ ഉമ്മർത്തിക്കാണ്ട് എത്തിയേ. ഇത് നേരെ വീണ അടുക്കള ഡിമ്മാവും. ഇനി അതും കൂടി നമ്മൾ അപേക്ഷ കൊടുക്കണം കേട്ടോ. കാരണം മരമൊക്കെ നല്ലതാണ്, പക്ഷെ വീടിന് ദോഷമായി കഴിഞ്ഞു വെച്ചല്ലേ വെട്ടാതെ ഒരു നിവർത്തിയില്ല. ഇതാ കണ്ടോ? ഇതൊക്കെ ഇനി അവരെങ്ങനെ ഏറ്റിക്കൊണ്ടുപോകലേ? ഇതിനേക്കാളും വലിയ പടുകുറ്റ മരങ്ങൾ ഏറ്റിക്കൊണ്ടു. അല്ല വിറക് വേണോ ചോദിച്ചു. അപ്പൊ നമുക്ക് എന്താ വെച്ചാ റബ്ബർ മുറിച്ചെയ്ത്ത വിറക് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അത് വേണ്ടായിരുന്നു. ഈ ചുള്ളി വിറകുകളൊക്കെ നമുക്കുള്ളത് തന്നെയാണ് കേട്ടോ. അതൊക്കെ ഇനി വെട്ടി ആഞ്ഞെടുക്കണം. ഒരാളെ വിളിച്ചിട്ട് വേണം വെട്ടിയായില്. പറങ്കി എന്താണെന്നറിയോ, പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. ഉണങ്ങാതെ കത്തിക്ക് വെച്ച കരിഞ്ഞിട്ട്. സുകന്യെ ഒരു പ്രാവശ്യം വീട്ടില് ദോശ ഉണ്ടാക്കുമ്പോഴേ ഈ വിറക് കൊണ്ടുവന്നിട്ട് ദോശ ഉണ്ടാക്കാൻ നിന്നു. അടുപ്പിലിട്ട് കഴിഞ്ഞാൽ കരിയന്നെ ഊതി ദോശയൊക്കെ ഉണ്ടാക്കേണ്ട പൂതിയാണ് മാറി കരിഞ്ഞു പോവുള്ളൂ കേട്ടോ. പക്ഷെ ഹോട്ടലുകാർക്കൊക്കെ സുഖമാണ്, കുറേ നല്ല വലിയ വിറകുകളുടെ ഇടയിൽ കൂടെ സുഖമായി വെച്ച് കഴിഞ്ഞാലേ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ നിമിഷ നേരം കൊണ്ട് പറ്റും. എന്താ ഇപ്പം തന്നെ മുറിച്ചതും കൊണ്ട് നന്നായി അറിയണം എല്ലാവരും. ഈ ഇത് കണ്ടില്ലേ എത്രയും കേട് വന്നേക്കണത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇതിനൊരു വണ്ടി പോവാനില്ലേ, അവിടേക്കൊക്കെ ഒരു ടിപ്പർ പോകണമെങ്കിലൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്നറിയോ. അതങ്ങോട്ട് ഇടിച്ചിട്ട് ടിപ്പറിന്റെ ഒരു സൈഡും മരത്തിന്റെ ഒരു സൈഡും പോകണം അല്ലേ ഏട്ടാ? ഒരു ഭാഗത്ത് കാണില്ല, ഉണക്കച്ചുള്ളല് കുഴൽക്കിണർ അടിക്കുമ്പോ എന്താ ഇവിടുത്തെ ആ കാറ്റ് ഇങ്ങനെ നല്ല കാറ്റ് വന്നിട്ടേ അങ്ങനെ ഒരു ഭാഗം ഒന്ന് ഉണങ്ങിയിരുന്നു.
നമ്മുടെ പഴയ വീഡിയോ കണ്ടു നോക്കിയാൽ അറിയാട്ടോ, ഈ ഒരു ചില്ലല്ലേ പറങ്കിമൂച്ചയുടെ ചില്ല, അതിന്റെ വീടിന്റെ ഫുള്ളും ആയിരുന്നു അല്ലേട്ടാ, ടെറസിന്റെ മേലേക്കായിരുന്നു ഫുള്ളായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മളത് നമുക്ക് എന്താണെന്നറിയോ, വെട്ടുമ്പോൾ ഇനി അതെന്തെങ്കിലും പ്രശ്നമാവോ എന്നുള്ള ഒരു പേടിയൊക്കെ അല്ലേ. അപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആൾക്കാർ പറയും ഇത് നിങ്ങളുടെ മൂച്ചയല്ലേ, ഞങ്ങൾ വിചാരിച്ചു നിങ്ങളുടെ മൂച്ചയാണെന്ന് വിചാരിച്ചു എന്ന്. ഇനി നമുക്കിവിടെ മതിൽ മൂച്ചയൊക്കെ നമ്മുടെ മൂച്ച തന്നെയാണ്. അതെ, അച്ഛൻ പക്ഷെ കനാലരികയല്ലേ, നമ്മളിത് തൊടുന്ന വരെ ഇത് തൊടാതിരിക്കുമ്പോൾ നമ്മുടെ മൂച്ചയായിരിക്കും, നമ്മൾ തൊട്ട് കഴിഞ്ഞു വെച്ചാൽ അത് സർക്കാരിന്റെ മൂച്ചയാവും. അപ്പൊ നാളെ അതിലൊരു പിന്നാലെ ചുറ്റിത്തിരിഞ്ഞാലേ അപ്പൊ നമ്മൾക്ക് കാര്യങ്ങളൊന്നും ഇവിടെ പാലക്കാടൊന്നല്ല, ചിലപ്പോ എറണാകുളം തിരുവനന്തപുരം പറഞ്ഞിട്ടൊക്കെ കേസ് വിട്ടാലേ ഇതിന് നടക്കാൻ തന്നെ ഒഴിവുണ്ടാവും. ഇതിപ്പോ ഒരു മൂച്ചി പോയി ഒന്നും പോവില്ല. പക്ഷെ എന്താ പറങ്കിയണ്ടി ഇല്ലേ, ഇനിയൊക്കെ പറങ്കിയണ്ടി ചൂടലും ഒക്കെ ഒരു ഓർമ്മയായി. കുറച്ച് അണ്ടി ഉണ്ടിരിക്കണം, അണ്ടി പുട്ടടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടിരിക്കണം. ഇപ്രാവശ്യം ലാസ്റ്റത്തെ വീട്ടിക്കും കൂടിയും കൊടുത്തു വിട്ടോ, അല്ലെങ്കിൽ വീട്ടിക്ക് കൊണ്ടുപോകലില്ല കേട്ടോ. കുഞ്ഞാ മരം പോയത് കണ്ടോ, അവർ തടി അടക്കം കൊണ്ടുപോയിട്ട് ഒന്നുമില്ല, ഇനി ആ ചുള്ളികൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കൊണ്ടുപോയേ. അപ്പോഴേ ചുള്ളികൾ നമുക്ക് എടുക്കാമെന്ന്. അപ്പോൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ, നാളെ കാണാം.